അബ്രഹാം മോസ്ലറിൻ്റെ ലേറ്റസ്റ്റ് കളക്ഷനും നേര് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ നേര് എന്ന് പറയുന്ന സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ OTTയിൽ റിലീസാവുകയാണ് ജനുവരി 23-ാം തീയതി. ഇത് ശരിക്കും ഫിലിം ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്ന പരിപാടിയാണ്. ജനുവരി 23 ആവുമ്പോൾ ഏകദേശം 33 ദിവസം മാത്രമേ ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തിയിട്ട് ആവുകയുള്ളൂ. ഒരു 50 ദിവസത്തോളം തിയേറ്ററിൽ കളിക്കേണ്ട സിനിമയാണ്, അല്ലെങ്കിൽ അതിനുശേഷം മാത്രമേ OTTക്ക് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. സിനിമ റിലീസായതിനു ശേഷം 2 മാസമെങ്കിലും ഹോൾഡ് ചെയ്തതിന് ശേഷം മാത്രമേ OTTക്ക് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. പെട്ടെന്ന് തന്നെ OTTയിൽ വരുന്ന സമയത്ത് പ്രേക്ഷകർ വിചാരിക്കുക ഇത് അടുത്ത ആഴ്ച OTTയിൽ വരുമല്ലോ എന്നിട്ട് സിനിമ കാണാം, തിയേറ്ററിലൊക്കെ പോയിട്ട് വെറുതെ അധികം എക്സ്പെൻസ് കൂട്ടണ്ട എന്ന് വിചാരിക്കും പ്രേക്ഷകർ. പെട്ടെന്ന് തന്നെ OTTയിൽ കൊടുക്കുന്നതോടെ നേര് എന്ന സിനിമയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും നേട്ടമുണ്ടായേക്കാം, പക്ഷേ മറ്റുള്ള സിനിമകളെ കൂടി അത് ബാധിക്കുമെന്നതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. 8ാമത്തെ ദിവസവും ബുക്ക് മൈ ഷോ ആപ്പിൽ ട്രെൻഡിങ്ങിൽ തന്നെയാണ് അബ്രഹാം മോസ്ലർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഓരോ മണിക്കൂറിലും 1600 ടിക്കറ്റ്സുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആയി പോകുന്നത്. ട്രാക്കിൻ കളക്ഷനിൽ നിന്നും വ്യക്തമാവുന്നത് അബ്രഹാം മോസ്ലർ 8ാമത്തെ ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1 കോടിക്കടുത്ത് നേടും എന്നുള്ളത് തന്നെയാണ്. വേൾഡ് വൈഡ് ചിത്രം 30 കോടിയും കടന്ന് മുന്നേറുകയാണ്. മമ്മൂക്കയുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് ഈ ഒരു ചിത്രം ഇത്രയും വലിയ വിജയം കൈവരിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്രസ് മീഡിയ, ഞാൻ ജിനു ജനാസ്.